ഇന്ന് നമുക്ക് ആമസോണിൽ നിന്ന് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് കാണാം. ഹായ്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല, മറ്റേതാണ് കുറച്ച് വലുതായി കിട്ടിയത്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആമസോണിൽ നിന്ന് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് കാണാം. ഹായ്. എന്താ 2-3 സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഞാൻ കൊടുത്ത സൈസൊന്നും അല്ല. ഞാനൊരു സംരംഭം തുടങ്ങാൻ പോവുകയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞാനത് പറയുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്താണെന്ന് കാണാം. അപ്പം നമുക്കിത് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വലിയ കവറ് നോക്കാം. എന്താ നോക്കാനൊന്നുമില്ല, എനിക്കറിയാം ഞാൻ എന്താണ് ഓർഡർ ചെയ്തതെന്ന്. അപ്പം ഞാനിത് കൊറിയർ കവറാണ് ഓർഡർ ചെയ്തത്. നമുക്ക് നോക്കാം. അയ്യോ, ഞാൻ ഓർഡർ ചെയ്തത് വലിയ കവർ ഇതാണോ? അയ്യോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ച കവറ്. ഇത് വലിയ കവറാണ് വന്നത് കേട്ടോ. ഞാനൊരു ചെറിയ കുർത്തി ബിസിനസ്, ഓൺലൈൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കൊറിയർ കവർ ഓർഡർ ചെയ്തതാണ്. പക്ഷെ ഞാനിത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇത് തന്നെയാണ്, ഇതിൻ്റെ ചെറുതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ വന്നത് ഒത്തിരി വലുതാണ്. അപ്പം നമുക്കിതിൻ്റെ ആവശ്യം ഒരു പീസിനാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഒത്തിരി പീസുകൾ ആരെങ്കിലും ഓർഡർ ചെയ്താൽ ഒത്തിരി പീസുകൾ ആൾക്കാർ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എനിക്കിത് ഉപകാരപ്പെടും. ഒറ്റ പീസാണെങ്കിൽ, സിംഗിൾ പീസിന് ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ചെറിയ കവറാണ് എനിക്ക് വേണ്ടത്. ആദ്യം തന്നെ അബദ്ധം പറ്റി. ഞാൻ അടുത്തത് നോക്കാം. അടുത്തതും അബദ്ധം തന്നെയാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച കവറെല്ലാം തോന്നുന്നുണ്ട്. അതന്നെ, അത് കറക്റ്റാണ്. അളവ് നോക്കാൻ, അളവ് വലുതാണോ ചെറുതാണോ നോക്കാം. ഇത് കുഴപ്പമില്ല. ഇതെന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് തന്നെ കിട്ടിയിട്ടോ. ഈ അളവ് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അത് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല, മറ്റേതാണ് കുറച്ച് വലുതായി കിട്ടിയത്. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് നോക്കാം എന്താണെന്ന്. ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തെന്താണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എല്ലാവരോടും കൂടി പറയുകയാണ്, ഞാൻ ചെറിയൊരു ഓൺലൈൻ കുർത്തീസ് ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങിയിട്ടില്ല. അടുത്ത ആഴ്ചയിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുർത്തീസ് തയ്ക്കുമ്പോൾ നമ്മൾ അളവ് എക്സൽ, സ്മോൾ, മീഡിയം, ലാർജ്, അതിൻ്റെ സ്റ്റിക്കർ അല്ല, അതിൻ്റെ ഒരു റോളാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. അതാണ് കേട്ടോ ഇത്. ഞാൻ ഒത്തിരി ദിവസത്തെ ആഗ്രഹമായിരുന്നു വീട്ടിലിരുന്നൊരു ജോലി ചെയ്യുന്നത്. അങ്ങനെയാണ് തുടങ്ങുന്നത്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല നല്ല ഡ്രസ്സുകൾ ഇറക്കുന്നതായിരിക്കും. ഇത് നമ്മൾ അഡ്രസ്സൊക്കെ എഴുതി ഒട്ടിച്ചിട്ട് അഡ്രസ്സ് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒട്ടിക്കാനുള്ള ഒരു ടേപ്പാണിത്. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ സാധനം വന്നത്. ഇത്രയും. ഡ്രസ്സ് അടുത്ത ആഴ്ചയിലെത്തും. അടുത്ത ആഴ്ചയിൽ തന്നെ ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസുകൾ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പം എല്ലാവരും എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ബൈ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആമസോണിൽ നിന്ന് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് കാണാം. ഹായ്. എന്താ 2-3 സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഞാൻ കൊടുത്ത സൈസൊന്നും അല്ല. ഞാനൊരു
സംരംഭം തുടങ്ങാൻ പോവുകയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞാനത് പറയുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്താണെന്ന് കാണാം. അപ്പം നമുക്കിത് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വലിയ കവറ് നോക്കാം. എന്താ നോക്കാനൊന്നുമില്ല, എനിക്കറിയാം ഞാൻ എന്താണ് ഓർഡർ ചെയ്തതെന്ന്. അപ്പം ഞാനിത് കൊറിയർ കവറാണ് ഓർഡർ ചെയ്തത്. നമുക്ക് നോക്കാം. അയ്യോ, ഞാൻ ഓർഡർ ചെയ്തത് വലിയ കവർ ഇതാണോ? അയ്യോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ച കവറ്. ഇത് വലിയ കവറാണ് വന്നത് കേട്ടോ. ഞാനൊരു ചെറിയ കുർത്തി ബിസിനസ്, ഓൺലൈൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കൊറിയർ കവർ ഓർഡർ ചെയ്തതാണ്. പക്ഷെ ഞാൻ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇത് തന്നെയാണ്, ഇതിൻ്റെ ചെറുതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ വന്നത് ഒത്തിരി വലുതാണ്. നമുക്കിതിൻ്റെ ആവശ്യം ഒരു പീസിനാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഒത്തിരി പീസുകൾ ആരെങ്കിലും ഓർഡർ ചെയ്താൽ ഒത്തിരി പീസുകൾ ആൾക്കാർ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എനിക്കിത് ഉപകാരപ്പെടും. ഒറ്റ പീസാണെങ്കിൽ, സിംഗിൾ പീസിന് ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ചെറിയ കവറാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ അബദ്ധം പറ്റി. ഞാൻ അടുത്തത് നോക്കാം. അടുത്തതും അബദ്ധം തന്നെയാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച കവറെല്ലാം തോന്നുന്നുണ്ട്. അതന്നെ, അത് കറക്റ്റാ, അത് കറക്റ്റാണ്. അളവ് നോക്കാൻ, അളവ് വലുതാണോ ചെറുതാണോ നോക്കാം. ഇത് കുഴപ്പമില്ല. ഇതെന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് തന്നെ കിട്ടിയിട്ടോ. ഈ അളവ് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അത് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല. മറ്റേതാണ് കുറച്ച് വലുതായി കിട്ടിയത്. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് നോക്കാം എന്താണെന്ന്. ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തെന്താണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എല്ലാവരോടും കൂടി പറയുകയാണ്, ഞാൻ ചെറിയൊരു ഓൺലൈൻ കുർത്തീസ് ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങിയിട്ടില്ല. അടുത്ത ആഴ്ചയിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുർത്തീസ് തയ്ക്കുമ്പോൾ നമ്മൾ അളവ് എക്സൽ, സ്മോൾ, മീഡിയം, ലാർജ്, അതിൻ്റെ സ്റ്റിക്കറല്ല, അതിൻ്റെ ഒരു റോളാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. അതാണ് കേട്ടോ ഇത്. ഞാൻ ഒത്തിരി ദിവസത്തെ ആഗ്രഹമായിരുന്നു വീട്ടിലിരുന്നൊരു ജോലി ചെയ്യുന്നത്. അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല നല്ല ഡ്രസ്സുകൾ ഇറക്കുന്നതായിരിക്കും. ഇത് നമ്മൾ അഡ്രസ്സൊക്കെ എഴുതി ഒട്ടിച്ചിട്ട് അഡ്രസ്സ് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒട്ടിക്കാനുള്ള ഒരു ടേപ്പാണിത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ സാധനം വന്നത്. ഇത്രയും. ഡ്രസ്സ് അടുത്ത ആഴ്ചയിലെത്തും. അടുത്ത ആഴ്ചയിൽ തന്നെ ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസുകൾ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എല്ലാവരും എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ബൈ.